ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി സ്ഥിരമായി ഉപയോഗിക്കാറുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇദ്ദേഹത്തിന്റെ വീഡിയോസ് മിക്കതും പബ്ലിക് അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിലും ചില വീഡിയോസ് പബ്ലിക് അവയർനെസിന് പകരം ഫിയർ മോംഗറിംഗ് മാത്രമാവാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ വീഡിയോ. ഏത് ബ്രാൻഡിന്റെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ആണെങ്കിലും അവയുടെ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെജിറ്റബിൾ ഓയിലും അസിഡിറ്റി റെഗുലേറ്ററും സ്റ്റെബിലൈസറും ഒന്നിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സുമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും തീർച്ചയായും ഉണ്ടാകും. കൂടുതലായും കാണപ്പെടുന്ന പ്രിസർവേറ്റീവ്സ് ഈ 282 കാൽഷ്യം പ്രോപ്പിയനേറ്റ്, ഈ 200 സോർബിക് ആസിഡ്, ഈ 202 പൊട്ടാസ്യം സോർബേറ്റ് എന്നിവയാണ്. ഇവയെല്ലാം ഇതിനകത്ത് ചേർക്കുന്നത് ഷെൽഫ് ലൈഫ് കൂട്ടാനും ബാക്ടീരിയയുടെ വളർച്ച തടയാനുമാണ്. ഇവയെല്ലാം ജനറലി സേഫ് ആണെങ്കിലും സ്ഥിരമായി കഴിക്കുന്നത് ഹെഡേക്ക്, മൈഗ്രെയിൻ, അലർജിക് റിയാക്ഷൻ, സ്റ്റൊമക് പെയിൻ, ഡയറിയ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് ജനറലി സേഫ് ആണെന്ന് തന്നെയാണ് ഫസ്റ്റ് മുതലേ പറയുന്നത്. ബട്ട് അത് കഴിഞ്ഞ് സ്ഥിരമായി കഴിച്ചാൽ മൈഗ്രെയിനും ഹെഡേക്കും ഒക്കെ ഉണ്ടാക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം കാണിച്ച ഈ ഫോട്ടോയിൽ തന്നെ എക്സസീവ് ഇൻടേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ഥിരമായി കഴിക്കുന്നത് എങ്ങനെയാണ് എക്സസീവ് ഇൻടേക്ക് ആവുന്നത്? സ്ഥിരമായിട്ട് നിങ്ങൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി കഴിച്ചാലും നിങ്ങളുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വരില്ല എന്നുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് റെഗുലേറ്ററി ബോർഡ്സ് അപ്രൂവ് ചെയ്തേക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ പോലെ മൈഗ്രെയിനും ഹെഡേക്കും ഒക്കെ ഉണ്ടാക്കുമെന്ന് ആകെ കാണിച്ചേക്കുന്നത് അനക്ഡോട്ടൽ എവിഡൻസ് മാത്രമാണ്. സ്വന്തമായിട്ട് ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് അനക്ഡോട്ടൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഈ അനക്ഡോട്ടൽ എവിഡൻസ് ഏറ്റവും റിലയബിൾ അല്ലാത്ത ഒരു എവിഡൻസ് ആണ്. ഒരു ഫുഡ് പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫുഡ് അഡിറ്റീവ് മാർക്കറ്റിൽ വന്നതിന് മുമ്പ് ഇന്റർനാഷണൽ റെഗുലേറ്റേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഓരോ ഫുഡ് അഡിറ്റീവും അപ്രൂവ് ആക്കുന്നത്. സോ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ്സും സ്റ്റെബിലൈസേഴ്സും കണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു ഫുഡിനെ ബാഡ് ആയിട്ട് ലേബൽ ചെയ്യാതിരിക്കുക.